പുട്ടുപൊടി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നെയ്പ്പത്തിരി തയ്യാറാക്കാം കേട്ടോ. ഇതിനായിട്ട് പുട്ടുപൊടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് റേഷൻ കടയിലെ അരി കൊണ്ടാണ്. തേങ്ങയും ജീരകവും ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും 2 പച്ചമുളക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് അരിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം കൂട്ടി നന്നായിട്ട് നനച്ച് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഈ നമ്മൾ ചിരകി വെച്ച തേങ്ങയും മിക്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരുമിച്ച് ചേർത്ത് നന്നായിട്ട് തന്നെ കൈകൊണ്ട് ഞരടി കൊടുക്കുക. കൈകൊണ്ട് ഞരടുന്നത് ഇതിലൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രിക്ക് അത്രേ വേണ്ടൂ. ഇനി നമ്മൾ കൈകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പാകമായിനോ എന്ന്. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് നനച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി വാഴയിലയിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്, അതുകൊണ്ടാണ് അതൊന്ന് വാട്ടിയെടുത്തത്. അപ്പോൾ വാഴയില പെട്ടെന്ന് കീറിപ്പോവില്ല. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം പൊരിച്ചെടുക്കുക കേട്ടോ. നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം മാത്രം മറിച്ചിടുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വെറുങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ സൈഡിൽ ചിക്കനോ മട്ടനോ ബീഫോ ഏതിൻ്റെങ്കിലും കറിയും ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട, പൊളിക്കും.